ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വൈകുന്നേരം കൊച്ചുങ്ങൾക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇലയുടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇലയുടെ കുറച്ചുകൂടെ ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് റാഗിയുടെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റാഗിപ്പൊടിയും കുറച്ച് ഉപ്പും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കണേനേക്കാളും കുറച്ചുകൂടെ ലൂസായ രീതിയിലൊന്ന് കുഴച്ചെടുത്തു. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തു. കുറച്ചുകൂടെ സോഫ്റ്റും നല്ല സ്മെല്ലും കൂടെ വരാനാണ് അത് ചേർക്കുന്നത്. അത് മാറ്റി വെച്ച് അടുത്തതെന്ന് പറയുന്നത് ഫില്ലിംഗ് ഉണ്ടാക്കലാണ്. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം ചിരവിയതും 1 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഞാനെപ്പോഴും മറയൂർ ശർക്കരയാണ് ചേർക്കാറ്. അടുത്ത പ്രോസസ്സ് ഇലയുടെ ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് വാഴയില വെച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റാഗി കനം കുറച്ച് പരത്തി ഫില്ലിങ്ങും കൂടെ വെച്ചൊന്ന് മടക്കി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് വെള്ളം നന്നായി ചൂടായി വന്നപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലയിടകൾ ഓരോന്നായി നിരത്തി വെച്ചു. അപ്പോൾ നല്ലോണം ആവി വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് നേരം കഴിഞ്ഞതും ഇലയിടകളൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗിയട. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.